നമസ്കാരം. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രധാനമായും രണ്ട് മുന്നണികളാണ്. അതിലൊന്ന് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ കൂട്ടത്തിൽ നാഷണൽ സിറ്റിസൺ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ബംഗ്ലാദേശ് ലേബൽ പാർട്ടിയുമാണ് ഉള്ളത്. അങ്ങനെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു ഇടക്കാല സർക്കാരിന് ശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യപരമായിട്ട് ബംഗ്ലാദേശ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് ഇനി തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുന്ന ഒരു അവസ്ഥയും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിർണായകമാണ്. ഹിന്ദു കലാപങ്ങൾ, ഹിന്ദുക്കൾക്കെതിരായുള്ള കലാപങ്ങളും ഹിന്ദു കൂട്ടക്കൊലകളും ഒക്കെയായി ബംഗ്ലാദേശ് ഏറെ കലുഷിതമായ നാളുകളാണ് കടന്നുപോയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൻ്റെ ഒരു സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സസ്റ്റൈനബിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, വിദ്യാഭ്യാസം, സ്ത്രീകളുടെ ഉന്നമനം തുടങ്ങി പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശിൽ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഏറെ തകർന്ന ഒരു സാമ്പത്തിക സംവിധാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ളത്. ബംഗ്ലാദേശിൻ്റെ പാർട്ടികൾ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട് എങ്കിലും ബംഗ്ലാദേശിന് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ബംഗ്ലാദേശ് പോലെയല്ല. ഇപ്പോൾ ഭീകരവാദം പിടിമുറുക്കിയ ഒരു സമയത്ത് താലിബാൻ എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തുന്നത് ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും ബംഗ്ലാദേശിൽ എന്നതാണ് ഏറെക്കുറെ ആൾക്കാർ കണക്ക് കൂട്ടുന്നത്. കാരണം ഇനി അവിടെ ഒരു അടിമത്തമോ അല്ലെങ്കിൽ മറ്റ് ഭീകരവാദമോ നിലവിൽ വരുമോ എന്ന് തന്നെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു രീതിയിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനകത്ത് ഈ ഒരു മതകേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണം നിലവിൽ വന്നതിന് ശേഷം ജനങ്ങളെ ആ ഒരു രീതിയിലാണ്, പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന റസാക്കർമാരാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയും റസാക്കർമാരാണ്. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലെത്തുന്നതോടുകൂടി ഈ റസാക്കർമാൻ തന്നെയായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലും ഭരണം നടത്തുക. അങ്ങനെ ഒരു ഭരണം ബംഗ്ലാദേശിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൻ്റെ നാളിതുവരെയുള്ള ഒരു ഭരണ സംവിധാനം പോലെ ആയിരിക്കില്ല ബംഗ്ലാദേശ് പൂർണ്ണമായും അടിമുടി ഒരു മത സംവിധാനത്തിന് കീഴിലുള്ള ഭരണം തന്നെയായിരിക്കും. പിന്നെ അതിനു പുറമെ പാകിസ്ഥാനിലുണ്ടാകുന്ന ഈ ഭീകരവാദ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലും ഏറെക്കുറെ ഈ രീതിയിലുള്ള ഭീകരവാദ ക്യാമ്പുകൾ അടക്കമുണ്ട്. അപ്പോൾ ഇത്തരം ഭീകരവാദ ക്യാമ്പുകൾ എങ്ങനെയാണ് ഇനി ബംഗ്ലാദേശ് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഉണ്ടാകുക, എങ്ങനെയാണ് ബംഗ്ലാദേശ് പൂർണ്ണമായും മുന്നോട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ രീതിയിൽ, നേരത്തെ അവാമി ലീഗൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെ ഭരണം നടത്തി എന്നതുപോലെ ഇനി ബംഗ്ലാദേശ് മുന്നോട്ട് നീങ്ങും എന്ന് ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരു മത സംവിധാനത്തിന് കീഴിൽ തീർത്തും മതപരമായ ഒരു ഭരണം തന്നെ ആയിരിക്കുമോ ബംഗ്ലാദേശ് എന്നതും ഇനി കണ്ടു തന്നെ അറിയേണ്ടി. ഏറെക്കുറെ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലവിലുള്ളത്. എന്തായാലും ഇലക്ഷൻ വരാൻ പോകുന്നു. ഏറെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ബംഗ്ലാദേശിൻ്റെ ആ ഒരു ഇലക്ഷനെ കാണാം. കാരണം അയൽ രാജ്യത്തിൻ്റെ സമാധാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.